നമസ്കാരം. വേൾഡ് മലയാളിയിലേക്ക് സ്വാഗതം. രാവിലെയും വൈകിട്ടും നമ്മൾ കഴിക്കുന്ന കാപ്പി, ഈ കാപ്പിപ്പൊടി വേസ്റ്റ് സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? അമ്മ കൊണ്ടുപോയി ഏതെങ്കിലും ചെടിയുടെ കടക്കിൽ വളമായി ഉപയോഗിക്കുകയാണ് പതിവ്. എന്നാൽ ലോകം മുഴുവൻ കുന്നുകൂടുന്ന ഈ കാപ്പിപ്പൊടി വേസ്റ്റ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്തു പ്രശ്നമെന്നായിരിക്കും ആലോചിക്കുന്നുണ്ടായിരിക്കുക. ഓരോ വർഷവും നമ്മുടെ ലോകത്ത് 10 ബില്യൺ കിലോഗ്രാമോളം കാപ്പിപ്പൊടി വേസ്റ്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാപ്പിപ്പൊടി വേസ്റ്റ് കുന്നുകൂടി ഹരിതഗ്രഹവാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? ഓസ്ട്രേലിയയിലെ ഒരു കൂട്ടം ഗവേഷകർ നടത്തിയ പഠനത്തിലൂടെ ഇതിനൊരു പരിഹാരവും അവർ കണ്ടെത്തി കഴിഞ്ഞു. കെട്ടിട നിർമ്മാണ രംഗത്ത് കോഫി പൗഡർ, കോഫി വേസ്റ്റ് ഉപയോഗിക്കുക. സാധാരണയായി കുന്നുകൂടുന്ന കോഫി വേസ്റ്റ് ലാൻഡ് ഫില്ലിങ്ങിനായി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പൂർണ്ണമായും അത് സംസ്കരിക്കാനായി നമുക്ക് സാധിക്കാറില്ല. ആ ഒരു സമയത്താണ് പുത്തൻ ഐഡിയയുമായി ഓസ്ട്രേലിയൻ ഗവേഷകർ എത്തിയിരിക്കുന്നത്. സാധാരണ കോൺക്രീറ്റ് മിശ്രിതത്തിനായി നമ്മൾ ചേർക്കുന്ന മണലിന് പകരം കരിച്ച കാപ്പിപ്പൊടി ചേർക്കുക. എങ്ങനെയാണെന്നല്ലേ പറയാം. ഓർഗാനിക് സംയുക്തമായതിനാൽ കാപ്പിപ്പൊടി നേരിട്ട് കോൺക്രീറ്റിൽ ചേർക്കാനാവില്ല. കാരണം ഇതിലെ കെമിക്കലുകൾ വിഘടിക്കുന്നതിനും ലീക്ക് ചെയ്യുന്നതിനും കാരണമായി തീരും. 350 ഡിഗ്രി സെൽഷ്യസിൽ കോഫി വേസ്റ്റ് കരിച്ചതിന് ശേഷമാണ് കോൺക്രീറ്റിൽ ഇത് ഉപയോഗിക്കുക. കോഫിയുടേത് കൂടാതെ മറ്റ് ജൈവ മാലിന്യങ്ങളുടെ ബയോചാർജും എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പരമാവധി നോക്കുകയാണ് ശാസ്ത്രലോകം. കരിച്ച കാപ്പിപ്പൊടി ചേർത്ത കോൺക്രീറ്റ് മിശ്രിതത്തിന് 30 മടങ്ങ് ശക്തിയുണ്ടെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. അധികം വൈകാതെ തന്നെ മണലിന് പകരം കാപ്പിപ്പൊടി വേസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ചരിത്രമാകും കെട്ടിട നിർമ്മാണ രംഗത്ത് പറയാനുണ്ടാവുക. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.